ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായിക്കൊണ്ടാണ് റയൽ മാഡ്രിഡ് ഇടപെടുന്നത്. ഡെൻസൽ ഡംഫ്രീസ് അതുപോലെ തന്നെ ഇബ്രാഹിമെ കൊനാട്ടെ എന്നീ 2 താരങ്ങളെ റയൽ സ്വന്തമാക്കി കഴിഞ്ഞു. കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് റയൽ ഉള്ളത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഫാബ്രിസിയോ റൊമാനോ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് റയൽ ഇനി ഒരു സെൻറ്റർ ബാക്കിനെ കൂടി എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റയലിൻ്റെ ഒരു ക്രേസി സമ്മറാണ് ഇത്തവണ നമ്മൾ കാണാൻ പോകുന്നത്. കൊനാട്ടയെ അവർ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഇനി മറ്റൊരു താരം കൂടി ആ പൊസിഷനിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇതാണ് ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുള്ളത്. അതായത് പുതിയ ഒരു സെൻറ്റർ ബാക്കിനെ കൂടി റയൽ മാഡ്രിഡ് കൊണ്ടുവരും എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ആരാണ് എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തതകൾ നൽകിയിട്ടില്ല. നമുക്കറിയാം, ജോസ്കോ ഗോർഡിയോളിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. റയലിന് വലിയ താല്പര്യമുള്ള താരമാണ് ഗോർഡിയോൾ. അദ്ദേഹത്തിന് വേണ്ടി റയൽ ശ്രമിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹമല്ലാതെ മറ്റേതെങ്കിലും സെൻറ്റർ ബാക്ക് വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും നിലവിൽ പെരസ് പറഞ്ഞ ഒരു വലിയ സൈനിങ് വരേണ്ടതുണ്ട്. 150 മില്യൺ യൂറോയുടെ ബിഡ് നൽകാനുള്ള ഒരുക്കത്തിലാണ് പെരസ്. അതിനുശേഷം മാത്രമായിരിക്കും സെൻറ്റർ ബാക്കിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.